എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളെ MVD ലീഡ്സ് പുതിയൊരു ആപ്പ്, അത് MVDക്കാർ പുതിയൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലീഡ് എന്ന് പറയുന്ന ആപ്പാണ്. സോ ഈ ആപ്പ് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറിക്കിയിട്ട് MVD ലീഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഓക്കെ, അത് എംബ്ലം ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറയുന്ന ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ആപ്പാണ്. ഈ ആപ്പിൽ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട്, പ്ലേ സ്റ്റോറിൽ മാത്രമേ കിട്ടുള്ളൂ, ആപ്പ് സ്റ്റോറിൽ കിട്ടില്ല. സോ ആദ്യം എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് നമ്മൾ ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളെ ഫോൺ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ലോഗിൻ ചെയ്യാം. സോ ഒരു വിൻഡോ വരും. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. പേര് ഫില്ല് ചെയ്യണം, അതേപോലെ തന്നെ നമ്മളെ ജെൻഡർ ഏതാ നോക്കുക, ഫില്ല് ചെയ്യുക. അതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യുമ്പോൾ ഏത് ഫോർമാറ്റിൽ വെച്ചാൽ ആ ഫോർമാറ്റിൽ തന്നെ ചെയ്യണേ. ഫസ്റ്റ് മന്താണ്, അതിന് ശേഷം ഡേറ്റാണ്, അതിന് ശേഷമാണ് വർഷം വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അത് കറക്റ്റ് ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാൻ ചെയ്യാം. അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് തെറ്റുണ്ടെങ്കിൽ ആ ഫോർമാറ്റ് തെറ്റാന്ന് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിന് ശേഷം നമുക്ക് മെയിൽ ID കൊടുക്കണം. ഓക്കെ, മെയിൽ ID കൊടുക്കുക, വാലിഡായിട്ടൊരു മെയിൽ ID കൊടുക്കുക. അതിന് ശേഷം RTO ഓഫീസ് ഏതാണ് നിങ്ങൾ RTO ഓഫീസാ, ആ RTO ഓഫീസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ മണ്ണാർക്കാട് വരുന്നത്, സോ SRTO മണ്ണാർക്കാട്, അല്ലെങ്കിൽ മണ്ണാർക്കാട് നമ്മൾ സ്ഥലം അടിച്ചാൽ മതി, അപ്പോൾ തന്നെ വരും. ഓക്കെ, അതിന് ശേഷം നമ്മൾ കാറ്റഗറി നമുക്ക് കൊടുക്കാനുണ്ട്. നമ്മൾ ഈ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കുക. അതിൽ എംപ്ലോയി അൺഎംപ്ലോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഓരോ സെക്ഷനായിട്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ആണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇൻസ്ട്രക്ടറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അടിക്കാൻ വേണ്ടി പറയും. ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമ്മളൊരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അടിയിൽ നേരെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ കൊടുത്തതിനൊന്നും വരില്ല, കാരണം അതിലില്ല അത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ എംപ്ലോയിന്നോ അല്ലെങ്കിൽ അൺഎംപ്ലോയി എന്നൊക്കെ കൊടുക്കുക. അപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ സീനിയർ സിറ്റിസൺ കൊടുക്കുക. സോ അൺഎംപ്ലോയിന്നോ അല്ലെങ്കിൽ എംപ്ലോയി എന്നൊക്കെ കൊടുത്താലും മതി, കുഴപ്പമില്ല, കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോകും. അതിന് ശേഷം നമുക്ക് ലാംഗ്വേജ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും ടോപ്പിൽ. അവിടെ മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഭാഷ എന്താ വെച്ചാൽ അതിലേക്ക് മാറ്റാം. പിന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമുക്ക് ക്ലാസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസാണ്. ഈ ഡ്രൈവിങ് എങ്ങനെ, അതേപോലെ തന്നെ ട്രാഫിക് ചിഹ്നങ്ങൾ, അത് നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മൾ മെറ്റീരിയൽസാണ്, കറക്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. കാരണം എന്താണ് റൂൾസ്, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ പറയുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കണം, എന്താണ് റോഡ് സിഗ്നൽസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ അതിൽ നിന്നുണ്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഒന്ന് പഠിച്ച് നോക്കുക. അതിന് ശേഷം ഡ്രൈവിംഗ് സിഗ്നൽസ് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഫിഗർ അടക്കം വെച്ച് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ലാംഗ്വേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ലാംഗ്വേജ് നമുക്ക് മാറ്റാൻ കഴിയും. ഇംഗ്ലീഷ് ആക്കണമെങ്കിൽ ഇംഗ്ലീഷ് ആക്കാം.